ജലാലിയ ഖാത്തിബിന് നേതൃത്വം നൽകി തുടർന്ന് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ ബഹുമാനപ്പെട്ട ജാമിയ സഅദിയ അറബിയ പ്രധാന മുദരിസ് നമ്മുടെയൊക്കെ ആത്മീയ നേതൃത്വം കെ.സി. റോഡ് ഹുസൈൻ സഅദി ഉസ്താദ് നമുക്ക് വേണ്ടി ഇവിടെ നസീഹത്ത് നൽകാൻ എത്തിയിട്ടുണ്ട്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ മദക്കാത്തങ്ങൾ നമുക്ക് ദുആക്ക് നേതൃത്വം നൽകാൻ ഇവിടെ എത്തും. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നമ്മുടെ സ്ഥാപനത്തിന്റെ ഈ പള്ളിയുടെ ഈ കമ്മിറ്റിയുടെ വക സന്തോഷം അറിയിക്കുന്നു. ഈ വേദിയിൽ എത്തിച്ചേർന്ന എല്ലാ ഉസ്താദന്മാർക്കും ഒറ്റവാക്കിൽ സന്തോഷം അറിയിച്ച് ഇൻഷാ അല്ലാഹ് കൂടുതൽ നീട്ടാതെ ബഹുമാനപ്പെട്ട ഹുസൈൻ സഅദി ഉസ്താദിനെ വളരെ ആദരവോടെ നസീഹത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. بسم الله القدرة والشر شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. صدق الله مولانا العلي العظيم. بادروا إلى الأعمال الصالحة ورحمة الله وبركاته. ഏറ്റവും ബഹുമാനമുള്ള ഉലമാക്കളെ, ഉമറാക്കളെ, ഈ സദസ്സിലും പരിസരത്തും ഒരുമിച്ചു കൂടിയ പരിശുദ്ധ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശ ധീരരായ വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജലാലിയ റാത്തീബ് നടന്ന ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ പുണ്യം കൊണ്ട് അല്ലാഹു സാധുക്കളായ പാപികളായ ദോഷികളായ നമ്മളെ എല്ലാവരെയും, നമ്മുടെ കുടുംബങ്ങളെയും, നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന നമ്മോടൊപ്പമുള്ള, പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിന് വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തി ഇവിടെ നിലനിർത്താൻ സാമ്പത്തികമായും ശാരീരികമായും ആശയപരമായും പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും അല്ലാഹു അവന്റെ അടുക്കൽ സ്വീകാര്യതയുള്ള, അവൻ പൊരുത്തപ്പെടുന്ന സജ്ജനങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും മാനസികമായ, ശാരീരികമായ, കുടുംബപരമായ, സാമ്പത്തികമായ എല്ലാ വിഷമങ്ങളും, ബുദ്ധിമുട്ടുകളും, കടബാധ്യതകളും, രോഗങ്ങളൊക്കെ ശഫയാക്കി ദുനിയാവിലും ആഖിറത്തിലും സലാമത്തും ഇസ്സത്തിലുമാക്കി തരട്ടെ. നമ്മുടെയും അവരുടെയും ഹയാത്തും മൗത്തും അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. അവരിൽ നിന്നും നമ്മളൊന്ന് മരണപ്പെട്ടു എല്ലാവരുടെയും ഖബറുകൾ
അല്ലാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മളെയും ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. ഇവിടെ മഹാനായ നമ്മുടെ ശൈഖും മുർശിദുമായ താജുൽ ഉലമായി ഖുദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെട്ട താജുൽ ഉലമാ സുന്നി സെന്റർ അൽഹംദുലില്ലാഹ് അതിന്റെ പ്രഥമ ദിവസം ജലാലിയ ഖാതീബും നസീഹത്തും ബഹുമാനപ്പെട്ട മദക്കതങ്ങളുടെ നേതൃത്വത്തിലുള്ള സമാപന ദുആയും നാളെയും നമ്മുടെ പരിപാടി ഇവിടെ മാസത്തിൽ നടത്തുന്ന സ്വലാത്ത് ദിക്ർ ദുആ മജ്ലിസിന്റെ നേതൃത്വം നൽകുന്ന നൂറ് മിസ്ബാഹി ഉസ്താദ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കും. എല്ലാം അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. ഇതാരെയും കാണിക്കാൻ വേണ്ടിയോ പ്രദർശിപ്പിക്കാൻ വേണ്ടിയോ അല്ല. എന്തുകൊണ്ട് നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും വന്ന് ഓരോന്നൊരു സൂറത്താണ്. ഖുതുബക്ക് വന്ന സമയത്ത് സൂറത്തുൽ കഹ്ഫ് ഓതിയാ പിന്നെ ഖതീബ് തയ്യാറാകണം. നിന്നെ കൊണ്ടേ മെമ്പറിലാക്കണം. അപ്പോ ഖതീബ് മെമ്പറിൽ കയറുന്നതിന് മുമ്പ് വന്നവർക്ക് സൂറത്തുൽ കഹ്ഫ് ഓതാൻ കഴിയും. സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ നിന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു ആ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നിനക്ക് വെളിച്ചം നൽകി തരും. ഓതി ഓർക്കും, അല്ലാത്തവർക്ക് ഉണ്ടാവില്ല. പഞ്ചാര തന്നവർക്കല്ലേ എന്തെങ്കിലും മധുരം കിട്ടുള്ളൂ. പഞ്ചാരം എന്ന് പറഞ്ഞാൽ മതിയാവില്ല. അല്ലാഹു നമുക്കൊക്കെ ഓതാൻ തൗഫീഖ് നൽകട്ടെ. വെള്ളിയാഴ്ച വന്നിട്ട് എല്ലാവരും അൽക്കഹ്ഫ് സൂറത്ത് ഓതണം. സബൈ നമസ്കരിച്ചിട്ട് പരീൻ ഓതിയാലും പെണ്ണുങ്ങളും ഓതണം. വെള്ളിയാ ദിവസം ഓതാൻ പറഞ്ഞത് ആണും പെണ്ണുങ്ങളൊക്കെ ഓതണം. സ്വലാത്തും ചൊല്ലണം. ജുമുഅക്ക് മാത്രം പെണ്ണുങ്ങൾ വരില്ല. എന്താ? അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പറയേണ്ട ആള് പറഞ്ഞാൽ തീർന്നു. അല്ലാത്തോത്തരൊക്കെ വരച്ചിട്ട് പോകണോ? പറയേണ്ട ആളൊന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പെണ്ണുങ്ങളോട്, പെണ്ണുങ്ങൾക്ക് അവരുടെ വീടാണ് ഇബാദത്തിനും നിസ്കാരത്തിനും ഒക്കെ ഖൈർ വീടാണ്. അവരിങ്ങോട്ട് ജുമുഅക്കും ജമാഅത്തിനൊന്നും പള്ളിയിൽ വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണുങ്ങൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബി എനിക്ക് തങ്ങളുടെ കൂടെ മദീനത്തെ പള്ളിയിൽ ഒന്ന് മൗനമായി നിസ്കരിക്കണമെന്നിട്ട് വലിയ ആഗ്രഹമുണ്ട് നബി. പാവൂറുള്ള പള്ളിയല്ല, പഴയ പള്ളിയുമല്ല, പുതിയ പള്ളിയുമല്ല, സുന്നി പള്ളിയുമല്ല, അല്ലാത്ത പള്ളി ഒരു പള്ളിയുമല്ല. ഞാൻ പറയാം, പിന്നെ ഏത് പള്ളിയാ? മച്ചമ്പാടി പള്ളിയുമല്ല, കേസി റോഡ് പള്ളിയുമല്ല, പിന്നെ ഏത് പള്ളിയാ? അങ്ങനെ കൊണ്ടുവന്നില്ല, മദീനത്തെ പള്ളി. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മളെ ഈ പള്ളിയിലും അപ്പള്ളിയിലും എല്ലാ പള്ളിയിലും നിസ്കരിച്ചാൽ കിട്ടുന്നതിന്റെ മസ്ജിദുൽ നബവിയിൽ മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ചാൽ 1,00,000 പ്രതിഫലം, മദീന പള്ളിയിൽ നിസ്കരിച്ചാൽ 50,000 റക്അത്ത് നിസ്കരിച്ചു പ്രതിഫലം. ഈ പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ പള്ളിയാക്കിയില്ലേ?
ഇല്ല പള്ളിയാക്കണം. പള്ളിയാക്കിയാണെങ്കിൽ നിങ്ങൾക്ക് എഴുത്തിക്കാഫ് നോമ്പിരിക്കാൻ പറ്റും. അപ്പോ ജലാൽ തങ്ങൾ വന്നിട്ട് പള്ളി ആക്കിയിട്ടുണ്ട്. കുറെ പേരായ പറയാൻ കഴിയാണ്ട് അത് സലാമത്താണ്. ഇപ്പൊ ഒരാൾക്ക് തന്നെ കുറെ പേരിടാം. അങ്ങനെയൊക്കെ ആവുമ്പോ എന്താക്കണം ഇരിക്കട്ടെ. അതൊക്കെ നിങ്ങളുടെ വിഷയം. പാലിന് വന്നവന് എന്തിന് എരുമന്റെ വിഷയം കേട്ട പോലെ തിരിച്ചുപോയി. അവരെല്ലാം സ്വർഗമാക്കി കൊടുക്കട്ടെ. പലരും വയസ്സന്മാരായിട്ടുണ്ട്. എനക്കും വയസ്സായി. അല്ലാത്ത കുറെ ചെറുപ്പക്കാരും ഉണ്ട്. അന്ന് കുട്ടികളായിട്ടുള്ളവരൊക്കെ ഇന്ന് 40-50 വയസ്സിന്റെ ഉള്ളിലുണ്ടാവും. അത്രയും പഴക്കമുള്ള സ്ഥലമാണ് ഈ പാവൂർ പരിസരം എന്ന് പറഞ്ഞത്. നമ്മളെ നാട്ടിന്റെ ഒരു ഭാഗം തന്നെയാണ് മഞ്ചേശ്വരം മണ്ഡലാണ് നമ്മളെ മണ്ഡലം. ഇപ്പൊ ഞാൻ എവിടുന്നോ തെക്കുന്ന് അടിഞ്ഞിട്ട് വന്നതല്ല. ഞാൻ ഈ നാട്ടിന്റെ തന്നെ ആളാണ്. എന്നെ പായിച്ചാൽ ഞാൻ പായ ഈടിന്റെ എനിക്കൊരു പരിപാടിക്ക് വരുമ്പോ അല്ലെങ്കിൽ അയാൾ വരുന്നതെന്ന് ചോദിച്ചു പോലെ അന്ന് പുറത്തു കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ നാട്ടിലേക്ക് ഞാൻ പോകുന്ന എനിക്ക് ആരും പെർമിഷൻ എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. ഒരു പെർമിഷനും വേണ്ട. പിന്നെ ആരെങ്കിലും വന്നിട്ട് നീ പോണ്ടെന്ന് പറഞ്ഞാൽ നീ ആരെന്ന് പറയാ, നീ നാളെ വിലക്കെടുത്തില്ല ഞാൻ ചോദിക്കും. അങ്ങനെ പേടി പള്ളിയില്ല. അങ്ങനെ പേടിയില്ലെങ്കിൽ കേസീറോട്ട് പോയിട്ട് 36 കൊല്ലം നിൽക്കൂല. അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ 4 കൊല്ലക്കാലം എന്നെ വലിയ മർഡർ കേസിൽ എന്നെ പ്രതിയാക്കി ജയിലിൽ കൊണ്ടുപോകാൻ വേണ്ടി വന്നപ്പോ ജാമ്യത്തിൽ വക്കീൽ മുഖേനയായി ഞാൻ രക്ഷപ്പെട്ടു. 4 കൊല്ലം കോടതിയിൽ പോയി. എന്നാ പിന്നെ ആടന്ന് വിട്ടിട്ട് പാഞ്ഞിട്ട് അഡ്രസ് ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ വെറുതെ കേസിനോട് തന്നെയാണ്. പാവൂർക്ക് വെറുതെ കേസിനോട് തന്നെയാണ്. അല്ലാഹു നമ്മളെല്ലാവരെയും ഇസ്സത്ത്, അല്ലാഹു നമ്മളെ കുടുംബത്തിന്റെ ഇസ്സത്ത്, നമ്മളെ സ്ഥാപനത്തിന്റെ ഇസ്സത്ത് അല്ലാഹു കാത്തു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആർക്കും നമ്മൾ ദീനിന്റെ വിഷയത്തിൽ അടിയറ പറഞ്ഞിട്ടില്ല. അത് മരിക്കുന്നത് വരെ പറയുകയില്ല. പണക്കാരന്റെ പണം ഇന്നുണ്ടാകും, നാളെ ചേഞ്ച് ആകും. ആഫിയത്തുള്ളവന്റെ ആഫിയത്ത് ഇന്നുണ്ടാകും, നാളെ മാരകമായ രോഗം വന്നിട്ട് കരയുന്നുണ്ടാകും. ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് തന്നെ ഉണ്ട്. ഉസ്താദേ, നിങ്ങൾ എന്തെല്ലാം ചീത്ത പറഞ്ഞിട്ടുണ്ട്, പുളിച്ച ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നെ ആരെ കൊണ്ടല്ല, എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. എനിക്ക് പൊരുത്തപ്പെടണം, എനിക്ക് വല്ലാത്ത സുഖട് വന്നുപോയി എന്ന് പറഞ്ഞ് കരഞ്ഞവരുണ്ട്. അവർക്കെല്ലാം പുറത്തു കൊടുക്കട്ടെ. പക്ഷേ അതെല്ലാം താൽക്കാലികമാണ്. നമ്മുടെ ആദർശം എന്നത് താൽക്കാലികമല്ല. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായി, പിന്നീട് അതൊക്കെ കെട്ടുപോയി. അത് ആദർശത്തിൽ പെട്ടുകയില്ല. ആദർശം എന്ന് പറഞ്ഞാൽ നമ്മളെ വിശ്വാസം, ഈമാൻ, അതൊരു ടൈമിന് മാത്രം ഉണ്ടായി, പിന്നെ അത് കുറഞ്ഞുപോയി. അത് പറയുക പറ്റില്ല. ഈമാൻ മനുഷ്യന്റെ അടുത്ത് കൂടിക്കൊണ്ടേയിരിക്കണം, കുറയാൻ പാടില്ല. തടിക്ക് വയസ്സ് വരും, ഈമാന് വയസ്സ് വന്നുകൂടാ. ശരീരത്തിന് ക്ഷീണം പിടിക്കും, ഈമാനിക്ക് ക്ഷീണം പിടിച്ചുകൂടാ. അല്ലാഹു നമ്മളെ മക്കളെയും കുടുംബത്തെയും മാതൃക അല്ലാഹു കാക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് അൽഹംദുലില്ലാഹ്, ഇവിടെ ബഹുമാനപ്പെട്ട താജുൽ ഉലമായി അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരെ പേരിൽ സ്ഥാപിതമായ ഈ സ്ഥാപനം, എന്നിടക്ക് ഞാൻ പറഞ്ഞു, മദീനത്തെ പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ 50,000 റക്അത്ത് നിസ്കരിച്ച കൂലിയാകും കേട്ടോ. അങ്ങനെ ഒരു പള്ളി ലോകത്ത് വേറെ ഇല്ല. മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ചാൽ 1,00,000 റക്അത്ത് നിസ്കരിച്ച കൂലി. ഉംറക്ക് പോയില്ലേ, ഹജ്ജിന്
ഉംറക്കെല്ലാം പോണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മക്കവും മദീനവും കാണാതെ അല്ലാഹു നമ്മളെ മരിപ്പിക്കാതിരിക്കട്ടെ. നല്ലോണം ആശിച്ചോളി, ആഗ്രഹിച്ചോളി. ആശിക്കുമ്പോ ആഗ്രഹിക്കുമ്പോ അല്ലാഹു അടുത്തേക്ക് എത്തിക്കും. ഒരു പക്ഷേ നീ ആശിച്ച് ഹജ്ജിന് പോണം റബ്ബേ ആശിച്ചു ഉമ്മമാരെ, ചെറുപ്പക്കാരെ, വയസ്സന്മാരെ, ആലിമീങ്ങളെ ആഗ്രഹിച്ചു റബ്ബേ നിന്റെ കഅബ ഒന്ന് തവാഫ് ചെയ്ത് കഅബ നോക്കി എനിക്ക് കരയണം. നിന്റെ ഹബീബിന്റെ പരിശുദ്ധ ഹദറത്തിൽ ചെന്ന് അവിടുത്തെ പൂമുഖത്ത് മുഖം നോക്കി അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹ് എന്നെനിക്ക് സലാം പറയണം റബ്ബേ. അതിനെനിക്കുള്ള വഴി എളുപ്പമാക്കണം അല്ലാഹ് എന്ന് നീ ദുആ കൊണ്ട് ആശിച്ചു. പക്ഷേ അത് എത്താനുള്ള തൗഫീഖ്, അതിനുള്ള വഴി നിനക്കുണ്ടായില്ല. അങ്ങനെ നീ മരണപ്പെട്ടു പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, നാളെ ഹാജിമാർ, യഥാർത്ഥ ഹാജിമാർ, അവർ ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹുവിന്റെ സ്വർഗ്ഗമാണ്. പേരിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ അടിവശിന് വേണ്ടിയോ ആജി എന്ന് വിളിക്കാൻ വേണ്ടിയോ ഒന്നുമല്ല, അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഹജ്ജിന് പോയ ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, അതിന്റെ പ്രതിഫലം സ്വർഗം തന്നെ. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വീകാര്യമായ ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല. ആ നിലക്കുള്ള ഹാജിമാരിൽ അല്ലാഹു നമ്മളൊക്കെ പെടുത്തി തരട്ടെ, ഉംറ ചെയ്തവരിൽ പെടുത്തി തരട്ടെ. അങ്ങനെ യഥാർത്ഥ ഹാജിമാർ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഈ പാവൂർ താജുൽ ഉലമാജി സുന്നി സെന്ററിന്റെ പരിസരത്തുള്ള മുഅ്മിനീങ്ങളെ, ആ കഅബ കാണാനും മദീനത്തെത്താനും ആശിച്ചു കരഞ്ഞ നിന്നെ ഹാജിമാർ സ്വർഗത്തിൽ കടക്കുമ്പോ അല്ലാഹുവിന്റെ വാതിലിന് ഓർഡർ വരുന്നു, ഹാജിമാരെ കൂടെ നീയും സ്വർഗത്തിൽ പോയിക്കോ. ആ സമയത്ത് ഈ ഹജ്ജിന് പോകാതെ മദീനത്ത് പോകാതെ പാവപ്പെട്ട ജനങ്ങൾ ആശിച്ചു ആഗ്രഹിച്ചു മരിച്ചുപോയി ഈ ആണ് പെണ്ണ് അല്ലാഹുവിന്റെ കോടതിയിൽ പറയും, റബ്ബേ ഞാൻ ഹജ്ജിന് പോയിട്ടില്ല, ഞാൻ ഉംറക്ക് പോയിട്ടില്ല, കഅബ തവാഫ് ചെയ്തിട്ടില്ല, മദീന മുനവ്വറ കണ്ടിട്ടില്ല. ആ സമയത്ത് റബ്ബിന്റെ മറുപടി, ഓ മനുഷ്യ, എന്റെ അടിമേ, നീ ഹജ്ജ് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം, ഉംറക്ക് വന്നിട്ടില്ലെന്ന് എനിക്കറിയാം, ഹബീബിനെ സിയാറത്ത് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ മരണം വരെ നിന്റെ മനസ്സിൽ വല്ലാത്ത ആശിച്ചുകൊണ്ട്, വല്ലാത്ത മഹബത്ത് വെച്ചുകൊണ്ട് എന്നോട് പ്രാർത്ഥിച്ചു ജീവിച്ചു മരിച്ചവനല്ലേ. അതുകൊണ്ട് നിന്നെയും ഹാജിമാരെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോയിക്കോ ഹാജിമാരെ കൂടെ സ്വർഗത്തിലേക്ക്. അല്ലാഹു അങ്ങനെ ആശിച്ചിട്ടെങ്കിലും ഹാജിമാരെ കൂടെ റബ്ബിന്റെ സ്വർഗത്തിലെത്താൻ ഭാഗ്യം നൽകട്ടെ. ആമീൻ. ഇതിന് ചെലവില്ല, ആശിക്കുന്നതിന് ചെലവില്ല, ആഗ്രഹിക്കുന്നതിന് ചെലവൊന്നുമില്ല. നിന്റെ മനസ്സ് അതിന് ഒരുങ്ങണം. നിന്റെ മനസ്സ് പാറ പോലത്തെ കറുത്ത് വരണ്ടുപോയ മനസ്സായാൽ നിനക്കെന്ത് കഅബ, നിനക്കെന്ത് മദീനയോ ഒന്നുണ്ടാവില്ല. ഈ മനസ്സ്, ഈ ഖൽബ് ലയ്യനായ നേർമയുള്ള ഖൽബാകണം. റഹ്മത്തുൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നല്ല ശുദ്ധമായ ഹൃദയം, ആരോടും കടുകടുപ്പില്ലാതെ, ആരെയും അവന്റെ മാനത്തിനെയും അവന്റെ ഇസ്സത്തിനെയും അവനെയും പറിച്ചു ചെയ്യാനുള്ള ആഗ്രഹമില്ലാത്ത ഹൃദയത്തിന്റെ ഉടമകളാകണം. അല്ലാഹു ആക്കി തരട്ടെ. ഇങ്ങോട്ട് നമ്മൾ അപമാനിച്ചാലും നമ്മൾ അങ്ങോട്ട് അപമാനിക്കണ്ട. മനസ്സിലായി? നീ എന്റെ ഒരു കുറ്റം പറഞ്ഞില്ലേ, നിന്റെ 10 കണക്കറിയും ഞാൻ 10 പറയും. അത് ഈമാനിന്റെ പോസിറ്റീവ് അല്ല.
വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇദ്ഫഇസ് സയ്യിഅത ബിൽ ഹസന. ഇങ്ങോട്ട് ഒരു ചീത്ത നമ്മളെ പറയുമ്പോ അങ്ങോട്ട് എന്ത് പറയാ? ആയിക്കോട്ടെ, നീ എന്നെ ചീത്ത പറഞ്ഞല്ലോ, ഞാൻ നിന്റെ ഗുണം പറയും, നീ വല്ലാത്തൊരു നല്ല മനുഷ്യനാണ്. അപ്പൊ എനിക്ക് തോന്നി ആ വർഷത്തെ ഞാനെന്തിനു പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ മൊയിലാറെ ഞാനെന്തിനു പറഞ്ഞിട്ട് പോ, അല്ലെങ്കിൽ ഈ ആചാരെ ഞാനെന്തിനു പറഞ്ഞിട്ട് പോ, ഞാൻ ഈ കമ്മിറ്റിക്കാരെ എന്തിനു പറഞ്ഞു, അല്ലെങ്കിൽ ഈ മൊയിലാറെ ഞാനെന്തിനു പറഞ്ഞു എന്ന് നമ്മുടെ സ്വഭാവം കൊണ്ട് പെരുമാറ്റം കൊണ്ട് അവന്റെ മനസ്സിൽ ചേഞ്ചസ് വന്നു. ഇതാണ് അല്ലാഹു പറഞ്ഞത്, സയ്യിഅത്തിനെ ഹസനത്ത് കൊണ്ട് തട്ടിക്കോ. മനസ്സിലായി? ഒരു മാങ്ങന്റെ മരത്തിലേക്ക്, നമ്മൾ വളപ്പിന്റെ അടുത്തുള്ള മാങ്ങന്റെ മരത്തിലേക്ക് നല്ല മാങ്ങ, നല്ല മാങ്ങന്റെ മരത്ത്, നല്ല മാങ്ങന്റെ മരത്ത് നിങ്ങൾക്ക് അറിയാം എന്ത് പറയാത്ത ഇപ്പൊ എന്തെല്ലാം മാങ്ങുണ്ട്. അപ്പൊ നല്ലൊരു മാങ്ങ നിന്റെ വളപ്പിന്റെ ഉള്ളിൽ നീ നട്ട് പൊടിപ്പിച്ചിട്ട് നല്ല മാങ്ങ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു കല്ലറിയില്ല, നോക്കുമ്പോ നമ്മളെ പാവൂരിൽ ഒരാൾ, നീ എന്താ കല്ലെറിഞ്ഞത്? ഇല്ല, എന്നറിഞ്ഞിട്ടുണ്ടാ? അപ്പൊ കല്ലെറിഞ്ഞ. അപ്പൊ എന്താക്കി ഒരു മാങ്ങ പറിച്ചിട്ട് ആയിരിക്കും കല്ലെറിഞ്ഞ. ഓൻ എന്തിനാ കല്ലെറിഞ്ഞ? ഓനൊരു മാങ്ങ പറിച്ചിട്ട് ഓന്റെ ആ കല്ലെറിഞ്ഞ സോക്കൾ അങ്ങനെ പോയി. അതാണ് ഇസ്ലാം. അതാണ് ഇസ്ലാം. ആ ഇസ്ലാമിലേക്ക് നമ്മൾ വരണം. ഇതാണ് സുന്നത്ത് ജമാഅത്ത്. നീ എന്റെ 1 പറയുന്നില്ല, ഞാൻ 10 പറയും. അത് സുന്നത്ത് ജമാഅത്ത് അല്ല, അത് നിന്റെ സ്വന്തം ജമാഅത്ത്. സമ്പത്ത് ജമാഅത്ത്, പള്ള ജമാഅത്ത്, പല ജാതി പിരാന്റെ ജമാഅത്തുണ്ട്. സമ്പത്ത് ജമാഅത്തുണ്ട്, പള്ള ജമാഅത്തുണ്ട്, പിരാന്റെ ജമാഅത്തുണ്ട്, പല ജാതി ജമാഅത്ത്. സുന്നത്ത് ജമാഅത്ത് എന്താ? ഇങ്ങോട്ട് തീറ്റ പറഞ്ഞാൽ അങ്ങോട്ട് അവരുടെ നന്മ പറയും. കല്ലെറിഞ്ഞതിനേക്കാളും നേരെ പോയിട്ട് മാങ്ങ ചോദിച്ചിട്ട് മാങ്ങ 2 തരച്ച്. ഇപ്പൊ കല്ലെറിഞ്ഞിട്ട് ഒരു മാങ്ങ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഞാൻ ഒരു മനുഷ്യനല്ലേ. 2 ദിവസം കഴിയുമ്പോ നല്ലൊരു പൗത്ത ചക്ക കൊണ്ട് കൊടുക്കുന്നു. ആ മാങ്ങ നല്ലൊരു പഴുത്ത 2 ജാതി ചക്ക. കുറെ ചെറുപ്പക്കാരെ തകന്മാരൊന്നോ അല്ലേ, നല്ലൊരു പഴുത്ത നല്ല വരിക്ക ചക്ക, ഒരു ചക്ക കൊടുക്കും. നീ ഇരിക്കണമെന്നുള്ളത് അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടില്ല. ഈച്ചന്റെ പേരിൽ അവർക്കൊക്കെ കൂടാനുമില്ല. പിന്നെ ഞങ്ങളൊരു വലിയ നല്ല ചക്ക കൊണ്ടിട്ട് കൊടുത്തു. അയാൾക്ക് നീ ഇപ്പൊ ചക്ക കൊടുത്തു, അല്ല നിങ്ങളെ വളപ്പിൽ മാങ്ങയില്ലാണ്ട് ചക്കയില്ല, നിങ്ങൾ നിനക്ക് മാങ്ങ തന്നല്ലേ, ഞാൻ കല്ലെറിഞ്ഞിട്ടാവും മാങ്ങ തന്നല്ലേ, അങ്ങനെ കണക്ക് എന്റെ പേരിൽ നല്ലൊരു ചക്ക, വരിക്ക ചക്ക, നല്ല തേന് പോലത്തെ ചക്ക, അതിന്റെ തൊലി വരെ തൊന്നു പോകും. അങ്ങനത്തെ ചക്ക ഇങ്ങനെ നമ്മളാണ്. കുറച്ച് പണിയുണ്ട് മാത്രമാണ്, ഇങ്ങനെ ആവണം കുറച്ച്. എന്റെ മാങ്ങന്റെ മരത്തിലെ കല്ലെറിയുന്നതിന്റെ കാല് കൊത്തു. കയ്യല്ല കൊത്തുന്ന കാല്. അത്ര ഇഷ്ടം, അത്ര തോന്നി. നീ എന്ത് മനസ്സിലാക്കി? ഇവിടെ പെണ്ണുങ്ങളല്ല, ഇവിടെ ആണുങ്ങളുള്ളത്. ഇതെല്ലാം അവിടെ പഠിപ്പിച്ചത്. ചിന്മന നല്ലത് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് കാത്തിരിച്ച് കഫൻ തുപ്പിയ യഹൂദിയത്തായ പെൺകുട്ടി എത്ര വലിയ തങ്ങളാണ്, എത്ര വലിയ ആലിമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖറബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യദാനുഹു ഫീ ഇൽമിൻ വലാ കർബി. ഇൽമിന്റെ അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ وأتقاكم لله وأخشاكم لله.
ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ളവൻ ഞാനാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അല്ലാഹുവിനെ പേടിക്കുന്നവൻ ഞാനാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അല്ലാഹുവിനെ അറിയുന്നവനും ഞാനാണ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് അഫ്ദലുൽ ഖൽഖ് അക്റമുൽ ഖൽഖ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വലിയൊരു ആലിമില്ല, നബി തങ്ങളെക്കാളും വലിയൊരു സയ്യിദില്ല. ആ സയ്യിദായ ആലിമായ അഷ്റഫുൽ ഖൽഖിന്റെ മുഖത്തെ കഴിയുമ്പോൾ ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകും, മതിലിന്റെ ഇപ്പുറം വിളിച്ചിട്ട് നിന്നിട്ടാണ് ആ പെണ്ണ് തുപ്പിയത്. 2-3 പ്രാവശ്യം തുപ്പി എന്ന് ചരിത്രത്തിൽ കാണാം. ഇരിക്കട്ടെ, മറ്റൊരു ദിവസം ആ വഴിക്ക് നടന്നു വരുമ്പോൾ ഈ പെണ്ണിന്റെ യഹൂദിയത്തിന്റെ വീട്ടിൽ നിന്ന് വല്ലാത്ത ശബ്ദം കേൾക്കുന്നു, കരച്ചിലും കുഴപ്പമൊക്കെ കേൾക്കുന്നു. അള്ളാന്റെ ഹബീബ് ആ വീട്ടിന്റെ പരിസരത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുന്നു, എന്ത് ഇവിടെ സംഭവിച്ചു? ആ സമയത്ത് വീട്ടുകാർ പറഞ്ഞു, നബിയേ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ നബിയാണ്, അണിഞ്ഞിരിക്കുന്നവർ മങ്ങിയാക്കാത്തവരും അവിടെയുണ്ട്. ആ വീട്ടുകാർ പറഞ്ഞു, മുഹമ്മദേ ഇവിടെ ഒരു പെണ്ണിന് പെട്ടെന്ന് ബോധം കെട്ട് മരിച്ച പോലെ കിടക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അകത്ത് കയറുന്നു. ആരാണ് കിടക്കുന്ന പെണ്ണ്? 3 പ്രാവശ്യമോ അതിൽ കുറവോ കൂടുതലോ പ്രാവശ്യം അല്ലാഹുവിന്റെ ഹബീബിന്റെ സർവാകപ്പെട്ട മുഖത്ത്. എന്താണ് ആ മുഖം? അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം എന്താണ്? كأنه الشمس فضل هم كواكبها يظهرن أنوارها للناس في الظلم كأنه الشمس. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം ശംസാണ്, അത് ഖമറാണ്. ഖമറൻ മുനീറാൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞതായിരിക്കുന്ന മുഖം. وجهك الله حجتنا يوم يأتي الناس بالحجج إن بيتا أنت ساكنه يا رسول الله ليس محتاجا إلى السرج يا حبيب الله എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുഖമാണ് യുസൈനായ എന്റെ മുഖത്ത് അല്ല, ഇവിടെ ഇരിക്കുന്ന ഒരു മഹിളയുടെ മുഖത്ത് അല്ല, അവിടെ ഇരിക്കുന്ന ഒരു സുന്നി പ്രവർത്തകന്റെ മുഖത്തല്ല, സുൽത്താനുൽ ഉലമന്റെ മുഖത്തല്ല, താജുൽ ഉലമന്റെ മുഖത്തല്ല, നൂറുൽ ഉലമന്റെ മുഖത്തല്ല, പിന്നെ സയ്യിദുൽ വജൂദായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്തേക്കാണ് കാക്കരിച്ച് കഫൻ തുപ്പിയത്. ആ തുപ്പിയ പെണ്ണാണ് അവിടെ കിടക്കുന്നു എന്ന് അല്ലാഹുവിന്റെ ഹബീബ് കാണുന്നു, അറിയുന്നു. എന്നിട്ട് പറയുന്നൊരു പാത്രത്തിൽ അല്പം വെള്ളം തരൂ. ആ വെള്ളത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് മന്ത്രിച്ചു തുപ്പി കൊടുക്കുന്നു. എന്നിട്ട് ഈ വെള്ളം കൊണ്ടുപോയി ആ കുട്ടിന്റെ മുഖത്ത് കൊടയൂ, ശരീരത്തിൽ കൊടയൂ, എന്നിട്ട് കുടിക്കാൻ കൊടുക്കൂ. എന്നിട്ട് ആ വെള്ളം കൊണ്ടുപോയി ആ വീട്ടുകാരാ പെൺകുട്ടിക്ക് കൊടഞ്ഞു. ആ ബോധം തെളിയുന്നു, കുടിക്കാൻ കൊടുക്കുന്നു, എണീറ്റ് നിൽക്കുന്നു. നോക്കുമ്പോൾ ചോദിച്ചെന്താണ് ഇവിടെ സംഭവിച്ചത്? കാര്യങ്ങൾ പറയുമ്പോൾ ആ പെൺകുട്ടി പൊട്ടിക്കൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, 3 പ്രാവശ്യം ഞാൻ മുഖത്ത് കഫൻ തുപ്പിയ കഫൻ ആ മുഖത്ത് തുപ്പിയതായ ആ മുഹമ്മദ് എന്ന് പറഞ്ഞ പ്രവാചകനാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്തത്? എന്നാൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മതവുമല്ലാതെ ഈ ലോകത്ത് ഈ നിലക്ക് കാരുണ്യം കാണിക്കാൻ പറ്റാറുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങോട്ടൊരു ചെറിയ ബുദ്ധിമുട്ട് ചെയ്യുമ്പോ അങ്ങോട്ട് അതിന്റെ 10 ഇരട്ടി ചെയ്യാനല്ല. ആരംഭനബി മുഹമ്മദ് റസൂലുള്ളാഹി, ഓ മുസ്ലിമീങ്ങളെ, സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഹബ്ബീങ്ങളാണല്ലോ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ. ആ നിലക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾ എവിടെ? നമ്മുടെ സ്വഭാവം എവിടെ?
നമ്മുടെ ആദർശം എവിടെ? അല്ലാഹുവിന്റെ ഹബീബുമായി എത്ര അകന്നിട്ടാണുള്ളത് പോരാ, നമ്മൾ നേരെ മടങ്ങി പോകുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച സ്വഭാവത്തിലേക്ക്. അങ്ങനെ വരുമ്പോ പിന്നെ നമുക്ക് മിത്രങ്ങളല്ലാതെ ശത്രുക്കൾ ഉണ്ടാവില്ല കേട്ടോ. അല്ലാഹു ആ നിലക്ക് നമ്മളെ എല്ലാവരും നന്നാക്കി തരട്ടെ. ആലിമീങ്ങളും നേതാക്കളും ഉമറാക്കളും പ്രവർത്തകന്മാരെല്ലാം ഈ ഒരു സ്വഭാവത്തിന്റെ ആളുകളായി നമ്മൾ മാറണം. ആരെയും വേദനിപ്പിക്കരുത്, ആരെയും നമ്പലിപ്പിക്കരുത്. ഞാൻ ഒരാളെ നമ്പലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ആലിമിനെ അപമാനിച്ചു എന്ന് വെച്ചോ, ഇന്ന് രാത്രി ഞാൻ കടന്നു മരിച്ചാൽ ഈ ആലിമിനോട് പുറത്തു പിടിക്കാൻ കഴിയോ? എന്റെ ഉമറാക്കളായ നിങ്ങളെ ഞാൻ അപമാനിച്ചു, ഞാൻ ഒരു ആലിമോ നീ ഒരു ജാഹിൽ എന്ന് പറഞ്ഞ് നിന്നെ അപമാനിച്ചു. നിന്റെ ഇറവ്, നിന്റെ മാനത്തിന് വിലയുണ്ട്. വിശുദ്ധ മക്ക മദീനയിൽ അറഫയിൽ വെച്ച് അവസാന ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഒരു മനുഷ്യന്റെ നഫ്സും അവന്റെ മാലും അവന്റെ ഇർദും മൂന്നും ഒരേ സ്ഥാനത്താണ്. നഫ്സുഹു ഹറാം, മാലുഹു ഹറാം, ഇർദുഹു ഹറാം. നിങ്ങൾ പറയണം, അല്ല ആഖിറത്ത് നമ്മൾ പറയണം, തെറ്റാ പറയണം. ഞാൻ പറയും തെറ്റാണ്, എനിക്ക് ബോധ്യപ്പെട്ടില്ല, ഞാൻ പറയാം അങ്ങനെ അറിയില്ല, നിങ്ങൾക്ക് പറഞ്ഞ അങ്ങനെ കണ്ടു. ഇത് നാടൻ കളിയൊന്നുമില്ല. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഒരു മനുഷ്യന്റെ നഫ്സിനെ ആക്രമിക്കൽ ഹറാമാണ്. ഒരു മനുഷ്യന്റെ മുതൽ നശിപ്പിക്കൽ ഹറാമാണ്. ഒരു മനുഷ്യന്റെ മാനം മര്യാദ പറിച്ചു ചെയ്യുന്നതും ഹറാമാണ്. ഈ ഹറഫാ ദിവസത്തിന്റെ ഹുർമത്ത് പോലെ വഫീ ബലദിക്കും വഫീ ശഹരിക്കും ഹാദാ, ഈ നാട്ടിന്റെ പരിശുദ്ധമായ ഹറമിന്റെ, ഈ പരിശുദ്ധമായിരിക്കുന്ന നാട്ടിന്റെ ഹുർമത്ത് പോലെ, അതേ പ്രകാരം തന്നെ ഈ മാസത്തിന്റെ ദുൽഹജ്ജിന്റെ ഹുർമത്ത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നിനും ഒരേ നിലപാട്. അക്രമിക്കലും അവന്റെ മുതൽ നശിപ്പിക്കലും അവന്റെ മാനം കളയലും, ഉമറാഹിന്റേതാവട്ടെ തങ്ങന്മാരതാവട്ടെ, ഒരു മുഅ്മിനിന്റെ മനുഷ്യന്റെ മാനം തൊടാൻ പാടില്ല. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും. അതിങ്ങനെ ആളെ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞു, അവനെ വഷളാക്കി, അവനെ നൊമ്പലിപ്പിച്ചു. അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു കറ, അല്ലാത്തൊരു നൊമ്പലത്തിന്റെ കറ നിന്നു. ആ കറ നിനക്ക് വായിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരിക്കലും പ്രിയപ്പെട്ടവരാ, മറാക്കളെ, വിലമാക്കളെ, സംഘാടകരെ, സ്ഥാപനക്കാരെ, ഇതെല്ലാം ഇവിടെ നമുക്ക് നടക്കും. പാവൂരിന്റെ മണ്ണിൽ നടക്കും. പക്ഷേ വേറെ ഒരു മണ്ണ് വരാനുണ്ട്, ഒരു ഭൂമി വരാനുണ്ട്. ആ ഭൂമിന്റെ പേരാണ് മഹ്ശറ ഭൂമി. ആ ഭൂമിയിൽ നിന്റെയും എന്റെയും വലിപ്പത്തരം നടക്കൂല, രാഷ്ട്രീയ സ്വാധീനം നടക്കൂല, വേറെ എന്തെങ്കിലും ശക്തി നടക്കൂല. അവിടെ നീയും ഞാനും പോകുന്നത് നഗ്നതയായിട്ടാണ്. നിന്റെ അരയിനി, എന്റെ അരയിനി, തങ്ങളെ അരയിനി, ഈ ഇരിക്കുന്ന ആലിമിന്റെ നിങ്ങളെ അരയിലും വസ്ത്രമില്ല. എല്ലാവരും നഗ്നന്മാരായി. എല്ലാവരും നമ്മൾ പോകുന്ന നക്കാമയായിട്ടൊന്നുമില്ല. അവ കാണൂലേ? ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. ഇല്ല ആയിഷ, എല്ലാവരെ കണ്ണും ഇതൊക്കെയാണ് ആയിഷ, താഴോട്ടില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഖുർആൻ പറഞ്ഞു, അങ്ങനെ ഒരു സന്ദർഭം, അങ്ങനെ ഒരു അവസരം നമ്മുടെ മുമ്പിലുണ്ടല്ലോ സഹോദരന്മാരെ. ആരും വേണ്ടാതെ, ആരും ഒരു ഗുണത്തിന് കിട്ടാത്തൊരു സമയം, ഒരൊറ്റ നബിയും ഒരു വലിയും ഒരു ശുഹദാവും, ഒരു ഉമ്മയും ഒരു ബാപ്പയും ഒരു ഉസ്താദും ഒരു ശിഷ്യനും ഒരു മകനും ഒരു വാപ്പയും ഒരു ഭാര്യയും ഭർത്താവും, ആരും വേണ്ട.
ശരിക്കും മനസ്സിൽ വെച്ചോളി, ആർക്കും ആരും വേണ്ട. ഓരോരുത്തരും അവന്റെ സ്വന്തം കാര്യമല്ലാതെ മറ്റൊരാളും വേണ്ട. ഉമ്മക്ക് മകൻ വേണ്ട. വിശുദ്ധ ഖുർആൻ പറയുന്നു, യൗമ യഫിറുൽ മർഉ മിൻ അബീഹി. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആ റബ്ബിന്റെ കോടതിയുടെ മുമ്പിൽ അങ്ങനെ ഒരു ഭൂമി നമുക്ക് വരാനുണ്ട്. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅ്തും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. ശുദ്ധ ഖുർആൻ പറഞ്ഞു, അങ്ങനെ ഒരു ഭൂമി, ഒരു മരുഭൂമി, ഒരു മഹ്ശറ ഭൂമി. എത്ര കൊല്ലം നിൽക്കണം? ആ കട്ടൻ ചെയ്യുന്നവരെ എല്ലാവരും പോയാ നിങ്ങൾക്ക് വന്ന ആളാ ഉള്ളാളത്തോടെ കൂടെ ഞാൻ പ്രിയത്ത് വേൽക്ക് ദിവസത്തിന് വേദന ബഹുമാനപ്പെട്ട താജുശ്ശേരി അവസാനം അല്ലാഹു ദറജയിൽ കൊടുക്കട്ടെ. അലിക്കുഞ്ഞു ഉസ്താദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിയും. താജുശ്ശേരി അതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്ക് തിരിയില്ല. മഹാനായ ശൈഖുനാ മർഹൂം അലിക്കുഞ്ഞു ഉസ്താദിന്റെ വഫാത്തിന്റെ ദിവസമാണ് വ്യാഴാഴ്ച. ഞാൻ ആ വഫാത്തിന്റെ ദിവസത്തെ ദുർദ മജ്ലിസിൽ പോകേണ്ടവരാണ്. പക്ഷെ ഞാൻ ഇന്നലെ രാവിലെ ബോംബെയിൽ പോയി. ഇന്നലെ രാവിലെ ഫ്ലൈറ്റിന് പോയി. ഇന്ന് ഫ്ലൈറ്റിന് തിരിച്ചു വന്നു. എന്താക്കാൻ സമയം ലാഭിക്കാൻ വേണമെങ്കിൽ അങ്ങനെ ആക്കേണ്ടി വരും. പണ്ട് ബോംബെ ബസ്സിൽ പോയിക്കൊണ്ടായിരുന്നു, മെഹബൂബ് ബസ്, മറ്റേ ബസ് അക്ബർ ട്രാവൽസ്. ഇപ്പൊ അക്ബർ ട്രാവൽസിൽ ഭയങ്കര കണക്കാവും നമ്മളെ പണിയല്ലോ. അപ്പൊ ഇന്നലെ രാവിലെ പോയി. അവിടെ സൈദിയാന്റെ ചപ്പയാ കുറച്ച് മധുരം പറ്റും. അങ്ങനെ മുംബൈയിൽ പോയി രാത്രി അവിടെ സൈദിയാന്റെ കമ്മിറ്റിയും ജനറൽ ബോഡിയും ഒരു ക്ലാസ്സെല്ലാം കഴിയുമ്പോൾ രാത്രി 12:30 മണി 1 മണിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് റൂമിലെത്തി കടന്നിട്ട് ഒരു അര ഉറക്കം വരുന്നില്ല. 4 മണിയാകുമ്പോൾ വീണ്ടും എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി അവിടെ ടാക്സി വന്നു നിന്നു. അടിച്ച് രാവിലെ 4 മണി 4:30 മണിയാകുമ്പോൾ ജുമാക്ക് ആൾക്ക് തോന്നും അയാൾ വന്നിട്ട് പോട്ട് പോകും. ഈ ക്ഷീണം പറയുന്ന പോലെ പിന്നെ ഇരിക്കുന്ന മനുഷ്യന്മാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഞാൻ കുറെ ആളോട് പറയുന്നത് വന്നണക്ക് ക്ഷീണം പറയണ്ട, ഒരു മണിക്കൂർ വേറെ പറഞ്ഞിട്ട് ക്ഷീണം ചോദിക്കും. പിന്നെ അപ്പം ആൾക്കാർ പറയും മോശമല്ല, അപ്പൊ ആ വേള നിർത്തിനു പോയിട്ട് അങ്ങനെ അതാണ് ഞാൻ ആദ്യം പറയാത്ത. പിന്നെ പാവൂർന്ന് പറഞ്ഞാൽ നമ്മളെ നാടി പരിസരത്തേക്ക് വരാതിരിക്കാനില്ല. നമ്മളെ അബ്ബാസിയും കൂട്ടും അതില്ലെങ്കിൽ പിന്നെ ഇതിനെ പോവാൻ തന്നെ വിടയില്ല. എല്ലാവർക്കും മഴഫീത്തും ദീർഘായുസ്സും എല്ലാം കൊടുത്ത് അനുഗ്രഹിക്കുക. ഈ മൈനാമാറും പോകില്ല, ഓരോ ആടെ വിളിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു ഓർമ്മ ഉണ്ടാവണം. ഞാനിപ്പോ നിർത്തി 9:30 എന്റെ സമയം തുടങ്ങുമ്പോൾ ഒരു കാമണിക്കൂർ അപ്പുറം പോയത് കൊണ്ട് 10 മിനിറ്റും കൂടി പറഞ്ഞ് ഞാൻ നിർത്തും. തങ്ങൾ വന്നില്ല? ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞു 8:30 ഞാൻ തുടങ്ങിയിട്ട് 9:00 ഞാൻ നിർത്തും എന്ന് പറഞ്ഞു. അഫോവന്റെ സമാപനം ഉണ്ടായിരുന്നു. കൂടാനിക്ക് കഴിഞ്ഞു. സന്തോഷമായി. അപ്പൊ അതിന്റെ ആളെന്നെ ദ്വാരക്കട്ടെ. ഓർമ്മ നിങ്ങളെ മനസ്സിൽ എന്താ ഓർമ്മ? ആരെയും ഒരാളെ വേദനിപ്പിക്കാനോ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഒന്ന് അവരോട് പൊരുത്തപ്പെടിക്കാനോ അങ്ങനെ ഒരു മനസ്സ് നമുക്ക് വേണം. അതാണ് ഈമാൻ. അത് ഇല്ല എങ്കിൽ നിന്റെ ഖൽബ് ഈമാൻ കൊണ്ട് പ്രകാശിക്കുന്ന ഖൽബ് അല്ല. അല്ലാഹു നമ്മളെക്കാകട്ടെ. എന്തുകൊണ്ട് പിന്നീട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ട്,
സംഘടനാപരമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ ചോദിച്ചു, അല്ലല്ലോ സകലക്ക് പൊരുത്തപ്പെട്ട ഒറ്റ കരച്ചിൽ പിണക്കെന്ന് പറയാം. ആഹാ, നീ എന്നെ വ്യക്തിപരമായിട്ടും പറഞ്ഞു അവഹേളിച്ചിനി, നീ എന്നെ സംഘടനാപരമായിട്ടും അവഹേളിച്ചിനി, ഇപ്പൊ നീ ഒരു നാടകാക്കണ്ട കരയുണ്ടാ എന്ന് പറയാം. പക്ഷേ എനിക്കൊരു കോടതിയുണ്ട്, അല്ലാഹുവിന്റെ കോടതി. അവിടെ ഞാൻ റബ്ബിന്റെ പക്കന്ന് അല്ലാ തെറ്റുപോയി, തെറ്റ് ചെയ്തു പോയി, അല്ലാ മാപ്പ് തരണമെന്ന് മാപ്പ് ചോദിക്കുമ്പോ അല്ല എന്നോട് പറയുന്നടാ, എൻ്റെ ഒരു അടിമ നിന്റെ അടുത്ത് വന്ന് മാപ്പ് ചോദിച്ചില്ലേ, നീ യജമാനനല്ല, നീ ഇലാഹ് അല്ല, നീ അവനെ ശ്രദ്ധിച്ചവനല്ല, നീ അവനെ പരിപാലിക്കുന്നവനല്ല, നിന്നെ പോലോത്ത് അവൻ അടിമയാണ്, അവനും നീയും എന്റെ അടിമയാണ്. എന്നിട്ട് ആ അടിമ വന്നിട്ട് അവന്റെ ജീവിതത്തിൽ നിന്നെപ്പറ്റി പറഞ്ഞ തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ ഒന്ന് മാപ്പ് ചോദിക്കുമ്പോ എന്റെ അടിമക്ക് നീ മാപ്പ് കൊടുത്തില്ലല്ലോ, പോടാ. പിന്നെന്താണ് റബ്ബിന്റെ കോടതിയുടെ ഓർഡർ വരുന്നത്? അവനെ പിടിക്കൂ, ചങ്ങലയിട്ട് കെട്ടൂ, സുമ്മൽ ജഹീമ സല്ലൂ, ഹാളിക്കത്തുന്ന നരകത്തിലേക്ക് അവനെ കൊണ്ടുപോ എന്ന് റബ്ബിന്റെ കോടതിയിൽ പറയപ്പെട്ടാൽ ഈ മിസ്കീനായ എന്റെ കഴുത്തിലും കയ്യിലും കാലിലും ചങ്ങലയിട്ട് റബ്ബിന്റെ മലക്കുകൾ അങ്ങ് വലിക്കാൻ തുടങ്ങിയാൽ രക്ഷപ്പെടുത്താൻ ആരുണ്ട്? അതേ സ്ഥാനത്ത് നമ്മളോട് വന്നിട്ട് ഒരാൾ ക്ഷമ പറയുന്നു, ഒരാൾ പൊരുത്തപ്പെടണമെന്ന് പറയുന്നു. റമദാനാണല്ലോ വരുന്നത്, വിശുദ്ധ റമദാനിൽ നമുക്കൊന്ന് നന്നാകണ്ടേ സഹോദരന്മാരെ, സഹോദരിമാരെ. അപ്പുറമുള്ള വീട്ടുകാര് ഇപ്പുറമുള്ള വീട്ടുകാരെത്തിപ്പെട്ടുമായി നീ തമ്മിൽ തെറ്റിയിട്ടുണ്ട്, അഥവാ അവരുമായി ബന്ധത്തിലല്ല, തെറ്റ് ചെയ്തിട്ടുണ്ടോ നീ? ആ ഉമ്മാനെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ നീ? ആ ആലിമിനെ ചീത്ത പറഞ്ഞിട്ടുണ്ടോ നീ? ആ ഉമറായിനെ ചീത്ത പറഞ്ഞിട്ടുണ്ടോ?